യുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, കേസ് ഗാർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Cooperatives had not measured up to expectation in mobilizing deposits and dispersing credit at the retail level. Whose opinion was this? There is a statement. ഇത് ഏത് കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ചതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സ്റ്റേറ്റ്മെന്റ് എന്താണ്? കോപ്പറേറ്റീവ്സ് ഹാഡ് നോട്ട് മെഷേർഡ് അപ് ടു ദ എക്സ്പെക്ടേഷൻ ഇൻ മൊബിലൈസിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ക്രെഡിറ്റ് അറ്റ് ദ റീറ്റെയിൽ ലെവൽ. അപ്പൊ അവിടെ നമ്മൾ ഒരു ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് ആ ക്രെഡിറ്റ് ഡിസ്പേഴ്സ് ചെയ്യുകയോ എന്നുള്ളത് രീതി കൊണ്ട് മാത്രമാണോ നമ്മൾ അതിനെ മെഷർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഹൂസ് ഒപ്പീനിയൻ വാസ് ദിസ്? ഏത് കമ്മിറ്റിയുടെ ആശയമാണ് ഇത്തരത്തിൽ മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ: റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ശിവറാം കമ്മിറ്റി, മിർധ കമ്മിറ്റി, ഗുസ്രു കമ്മിറ്റി. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ നമ്മുടെ റൈറ്റ് ആൻസർ. റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ആണ്. നമ്മൾ എന്ത് പേരിൽ വിളിക്കും? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി നമ്മൾ വിളിക്കാറുണ്ട്. പിന്നെ എന്ത് വിളിക്കാറുണ്ട്? ഗോർവാല കമ്മിറ്റി എന്ന് വിളിക്കാറുണ്ട്. ഗോർവാല കമ്മിറ്റി എന്ന് വിളിക്കാനുള്ള റീസൺ എന്താണ്? അതെ, സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ച വ്യക്തി ആരാണ്? എ ഡി ഗോർവാലയാണ്. അതുകൊണ്ടാണ് ആ കമ്മിറ്റി നമ്മൾ ഗോർവാല കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. ദെൻ 1951 ഇത്തരത്തിലൊരു കമ്മിറ്റി RBI അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാണ്? RBI ആണ്. 1954 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം സർവേ കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ്. ഒരുപാട് റെക്കമെൻഡേഷൻസുകൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഞാൻ സർവേ കമ്മിറ്റിയെ പറ്റി ഇവിടെ പറഞ്ഞത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച എ ഡി ഗോർവാല, അതുകൊണ്ട് തന്നെ അതിനെ ഗോർവാല കമ്മിറ്റി എന്നും വിളിക്കുന്നുണ്ട്. അപ്പോയിന്റിംഗ് അതോറിറ്റി RBI ആണ്. 1951 അത് അപ്പോയിന്റ് ചെയ്തത്. 1954 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. മാഗ്ന കാർട്ട ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നതും ആരെയാണ്? സർവേ കമ്മിറ്റിയാണ്. വളരെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക്, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്, അങ്ങനെ ഒരുപാട് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റിന് ഉതകുന്ന രീതിയിലുള്ള മെജോറിറ്റി റെക്കമെൻഡേഷൻസുകൾ സർവേ കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മറന്നു പോകരുത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സർവേ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മറ്റ് റെക്കമെൻഡേഷൻസുകളും നമുക്ക് എക്സാമിന് ചോദിക്കാം. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം: വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ? നമുക്കറിയാം, നമ്മൾ പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോൾ 4 സ്റ്റേജസ് ഉണ്ട്. റോക്ച്ഡേൽ കൊണ്ടുവന്നു, ദെൻ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ വന്നു, കാർവേ പ്രിൻസിപ്പിൾസ് വന്നു, ദെൻ ICA ലാസ്റ്റ് അഡോപ്റ്റ് ചെയ്ത 7 പ്രിൻസിപ്പിൾസ് വന്നു അല്ലെ. അപ്പോൾ ഇതില് നമ്മൾ ലാസ്റ്റില് നമ്മൾ 7 പ്രിൻസിപ്പിൾ ആയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ലാസ്റ്റ് സ്റ്റേജ് 1995 അഡോപ്റ്റ് ചെയ്ത് ICA അഡോപ്റ്റ് ചെയ്ത 7 പ്രിൻസിപ്പിൾ ആണ് അല്ലെ. അപ്പോൾ ഈ 7 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ശരിക്കും അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. ഫസ്റ്റത്തെ എന്താണ്? ഓപ്പൺ മെമ്പർഷിപ്പ് അല്ലെ. ഓപ്പൺ മെമ്പർഷിപ്പ്. രണ്ടാമത്തേത് ഡെമോക്രാറ്റിക് കൺട്രോൾ. മൂന്നാമത്തേത് എന്താണ്? മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. നാലാമത്തേത് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇനി അഞ്ചാമത്തേതാണെങ്കിലോ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ അല്ലെ.
എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. ഇനി ആറാമത്തതാണെങ്കിലോ കാർവേ അഡിഷൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ? ഏതാണ്? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇനി സെവൻത് ഏതാണ്? ലാസ്റ്റ് അഡിഷൻ ഏതാണ്? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി അല്ലെ? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. സോ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഫസ്റ്റ് പ്രിൻസിപ്പിൾ, സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പൊ ഇതാണ് 7 പ്രിൻസിപ്പിൾസ് നമ്മൾ ലാസ്റ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഉണ്ട്, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഇതിൽ ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ നമ്മളിവിടെ പഠിച്ചോ? എന്താണ് വോളണ്ടറി ആൻഡ് ക്ലോസ്ഡ് മെമ്പർഷിപ്പ് എന്നുള്ളത് ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ആൻസർ കിട്ടില്ല. എന്താണ്? വോളണ്ടറി ആൻഡ് ക്ലോസ്ഡ് മെമ്പർഷിപ്പ് ആണ് ഇതിൽ തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ ഈ ഒരു 7 ലിസ്റ്റിൽ ഇത്തരത്തിലുള്ള ഒരു പ്രിൻസിപ്പിൾ പറയുന്നുണ്ടോ? ഇല്ല, റോങ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ജുറിഡിക്ഷൻ ഓഫ് എ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. എങ്ങനെയാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ? താലൂക്ക് ആണോ, സ്റ്റേറ്റ് ബേസ് ആണോ, ഗ്രാമപഞ്ചായത്താണോ, ബ്ലോക്ക് പഞ്ചായത്താണോ? എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു ആൻസർ ആണ് അല്ലെ? താലൂക്ക് ആണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് താലൂക്ക് ബേസ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ CCയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മുടെ സെക്ഷൻ KCS ആക്ടിൽ 1969 സെക്ഷൻ 88 CCയുവിനെ പറ്റി പറയുന്നത്. ഓക്കെ, ദെൻ ഇതില് CCയുവിന്റെ കോർ മാനേജിംഗ് കമ്മിറ്റി ചോദിക്കാറുണ്ട്. അതായത് മാനേജിംഗ് കമ്മിറ്റിയില് 13 പേരാണ് CCയുള്ളത്. കോറം തയ്ക്കാൻ എത്ര പേര് വേണം? 8 പേരാണ് കോറം പറയുന്നത്. ഓക്കെ, കോറം 8 പേരാണ്. ദെൻ അതുമായി ബന്ധപ്പെട്ട് CCയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. CCയുവിന്റെ സെക്രട്ടറി പൊസിഷൻ വഹിക്കുന്നത് ആരാണ്? സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നത് ആരാണ്? അഡീഷണൽ രജിസ്ട്രാർ ആണോ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണോ? അതുപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസർ ഓഫ് CCU. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. CCയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് മറ്റ് എക്സാമുകൾക്ക് ഉൾപ്പെടെ. ഇപ്പൊ സെക്രട്ടറി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ് കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ് ആ സ്ഥാനം വഹിക്കുന്നത്. ഇനി റിട്ടേണിംഗ് ഓഫീസർ ആണെങ്കിലോ അസിസ്റ്റന്റ് ഡയറക്ടർ ആണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ആണ്. ഓക്കെ, മാറിപ്പോകരുത്. CCU സെക്ഷൻ 88 സെക്ഷൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മാനേജിംഗ് കമ്മിറ്റി ചോദിച്ചിട്ടുണ്ട്. കോറം 8 ആണ്. സെക്രട്ടറി അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. എന്നാൽ റിട്ടേണിംഗ് ഓഫീസർ ഓഫ് CCU അസിസ്റ്റന്റ് ഡയറക്ടർ ആണ്. മാറിപ്പോകരുത്. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ്ലി നമുക്ക് CCയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക? ഏരിയ ഓഫ് ഓപ്പറേഷന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ CCU മെമ്പേഴ്സ് മീറ്റ് വൺസ് ഇൻ എ മന്ത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. CCU മെമ്പേഴ്സ് മീറ്റ് വൺസ് ഇൻ എ മന്ത്. CCU മെമ്പേഴ്സ് മീറ്റ് വൺസ് ഇൻ എ മന്ത്. അപ്പോൾ CCയുമായി ബന്ധപ്പെട്ട് നമ്മൾ മാക്സിമം പോയിന്റുകൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ ഒരു റെഫറൻസ് ആയിട്ട് വെക്കുക. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോ അടുത്ത ചോദ്യം, 8th കോപ്പറേറ്റീവ് കോൺഗ്രസ് ഇൻ കേരള വാസ് ഹെൽഡ് അറ്റ്. അപ്പൊ കേരളത്തിൽ നടന്നിട്ടുള്ള കോപ്പറേറ്റീവ് കോൺഗ്രസുകളുടെ ലിസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ആദ്യത്തേത് എവിടെയാണ്, ലേറ്റസ്റ്റ് ഹെൽഡ് ചെയ്ത് എവിടെയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് 9th കോപ്പറേറ്റീവ് കോൺഗ്രസും പ്രീവിയസ് ഇയറിൽ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് വെച്ച്. അപ്പൊ അത് ഉൾപ്പെടെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ആ ഒരു ലിസ്റ്റ് നമുക്ക് 9
വർഷവും അതുമായി ബന്ധപ്പെട്ട ആ ഒരു ടൈമിൽ അത് എവിടെ വെച്ചായിരുന്നു, അതിന്റെ ലീഡർ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് പഠിക്കാം. 1966 1976 കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ ആ ഇയർ പഠിക്കാം. 66 76 അതുപോലെ തന്നെ 84 19 99 2007 ഉണ്ട്, 2012 2018 2024 എത്രയായി? 1 2 3 4 5 6 7 8 9 9 കോപ്പറേറ്റീവ് കോൺഗ്രസ് അല്ലേ? അപ്പോ ഇതില് 66 എവിടെയായിരുന്നു? ആദ്യത്തേത് കോട്ടയത്തായിരുന്നു കേട്ടോ. കോട്ടയത്തായിരുന്നു. ആരാണ്? കോട്ടയത്ത് എളങ്കത്ത്. ലീഡർ ആരായിരുന്നു? എളങ്കത്ത്. 66 കോട്ടയത്ത് എളങ്കത്ത്, 76 എറണാകുളത്തായിരുന്നു കേട്ടോ. എറണാകുളം CK മണി. ഓക്കെ, എറണാകുളം CK മണി. 84 ട്രിവാൻഡ്രത്തായിരുന്നു. ഓക്കെ, 84 ട്രിവാൻഡ്രത്തായിരുന്നു. ട്രിവാൻഡ്രത്ത് ആരാണ്? തച്ചടി പ്രഭാകരൻ. തച്ചടി പ്രഭാകരൻ. 19 കോഴിക്കോടായിരുന്നു കേട്ടോ. 19 കോഴിക്കോടായിരുന്നു അപ്പുകുട്ടി. ലീഡർ ആരാണ്? അപ്പുകുട്ടി. 99 വീണ്ടും ട്രിവാൻഡ്രത്തായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രത്ത് ആരാണ് ലീഡർ ആ സമയത്ത്? പരമേശ്വര പിള്ളை. പരമേശ്വര പിള്ളை. 2007 ട്രിവാൻഡ്രം കഴിഞ്ഞു, കോഴിക്കോട് കഴിഞ്ഞു, ട്രിവാൻഡ്രം. 2007 വീണ്ടും എങ്ങോട്ടാണ്? എറണാകുളത്തോട്ടാണ്. ഓക്കെ, എറണാകുളം നാരായണൻ. നാരായണൻ. 2012 തൃശ്ശൂർ ആയിരുന്നു. തൃശ്ശൂർ ആരാണ്? നാരായണൻ തന്നെയാണ്. നാരായണൻ. 2018 കണ്ണൂരാണ്. കണ്ണൂരാണ്. ആരാണ്? കോലിയക്കോട്. കോലിയക്കോട് കൃഷ്ണൻ നായർ. 2024 ട്രിവാൻഡ്രത്താണ്. കോലിയക്കോട് തന്നെയാണ്. സോ ദിസ് ഈസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്, എയ്ത്ത്, നയൻ. ഇത് ലേറ്റസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തതാണ്. സോ യു ഷുഡ് ബൈ ഹാർട്ട്. അത് നിങ്ങൾ ഇതിങ്ങനെ ആദ്യം നിങ്ങൾ വർഷങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്, ഏതൊക്കെ വർഷങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത്. ദെൻ അതുമായി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അപ്പോൾ ഉണ്ടായിരുന്ന ലീഡേഴ്സ് ആരൊക്കെയാണ്. ഇപ്പൊ ഇങ്ങനെ വേണം ഒന്ന് ഓർത്തിരിക്കാൻ. അപ്പൊ നമുക്കിത് ചോദ്യം എന്താണ്? 8th കോപ്പറേറ്റീവ് കോൺഗ്രസ് ആണ്. 8th കോപ്പറേറ്റീവ് കോൺഗ്രസ് എവിടെയാണ് നടന്നത്? കണ്ണൂരാണ് നടന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒന്ന് ഓർത്തിരുന്നാല് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങളൊരു ചാർട്ടായിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഷോർട്ട് ഫോം എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കുക. നമുക്ക് ഏത് വേണോ ചോദിക്കാം. ഇപ്പൊ എല്ലാം 8th തന്നെ ചോദിക്കണമെന്നില്ലല്ലോ. ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കും ചോദിക്കുക, 7th ആയിരിക്കും ചോദിക്കുക. സോ ഇയറുകളെല്ലാം ആദ്യം പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതൊരു കറക്റ്റ് ഒരു നമ്മൾ ആ ഒരു സ്റ്റേറ്റ് പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷൻ വെച്ച് സ്റ്റേറ്റ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഈ ഒരു ഒറ്റ ചാർട്ട് പഠിച്ചാൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഷുവർ. Next question. Who is the author of the famous book Towards Cooperative Commonwealth? Towards Cooperative Commonwealth ആരുടെ ബുക്കാണ്?
ഒത്തിരി തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ഗാഡ്ഗിൽ ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആരുടെ ബുക്കാണ്? ഗാഡ്ഗിൽ ആണ്, ഡോക്ടർ ഗാഡ്ഗിൽ. നെക്സ്റ്റ് വൺ, ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് വിൽ ഹാവ് ടു മെയിൻറ്റെയിൻ. എന്താണ്? ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന സൊസൈറ്റികൾ ഉറപ്പായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്താണ്? സിങ്കിങ് ഫണ്ട് ആണോ, സ്റ്റോക്ക് രജിസ്റ്റർ ആണോ, റിസർവ് ഫണ്ട് ആണോ, ഫ്ലൂയിഡ് റിസോഴ്സസ് ആണോ? ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഫ്ലൂയിഡ് റിസോഴ്സസ് വേണം കീപ്പ് ചെയ്യാൻ. സെക്ഷൻ ഉണ്ട് നമ്മുടെ, റൂള് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. റൂള് 63 ഓഫ് ദ KCS ആക്ട് 1969 പറയുന്നുണ്ട് അല്ലേ, ഫ്ലൂയിഡ് റിസോഴ്സസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് എന്നുള്ളത്. ഓക്കെ അല്ലേ? സോ ഹിയർ all cooperative societies accepting deposit will have to maintain fluid resources as per rule 63 of the KCS Act. Next one, maintenance of books and accounts by a society is as per which rules of the Kerala Cooperative Societies? റൂൾസിൽ എവിടെയാണ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്? റൂൾ 29 ആണോ, 36 ആണോ, 44 അതോ 64? ഏതിലാണ്? 29 റൂള് 29 ബുക്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് റൂള് 29. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. Every proposal for the amendment to the bylaw of cooperative society shall be made only by a resolution passed by a dash majority of members present and voting. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അമെൻമെന്റ് അല്ലേ? അപ്പൊ അമെൻമെന്റില് നമുക്കിപ്പോ എത്രയാണ് മെജോറിറ്റി? നമുക്ക് മെജോറിറ്റി അറ്റൈൻ ചെയ്താൽ മാത്രമല്ലേ ആ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ മെജോറിറ്റി എത്രയാണ് അമെൻമെന്റിന്? അമെൻമെന്റിന്റെ മെജോറിറ്റി 2/3 ആണ്. അമെൻമെന്റിന്റെ മെജോറിറ്റി എത്രയാണ്? 2/3 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അമെൻമെന്റ് പറയുന്നത് ഏത് സെക്ഷനിലാണ്? അമെൻമെന്റ് സെക്ഷൻ 12 റൂള് 9. സെക്ഷൻ 12 ആൻഡ് റൂൾ 9 ഓഫ് ദ KCS ആക്ട് 1969 എന്താണ് സ്പെസിഫൈ എന്തുണ്ട്? പ്രൊസീജിയർ ഓഫ് അമെൻമെന്റ് റൂള് 9. അമെൻമെന്റിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12 ആണ്. സോ സെക്ഷൻ 12 ആൻഡ് റൂൾ 9 ആണ് അമെൻമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതും നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ അമെൻമെന്റ് റെസൊല്യൂഷൻ പാസ് ആവണമെങ്കിൽ 2/3 മെജോറിറ്റി മാത്രം മതിയോ? ഇല്ല, സെക്രട്ടറിയും അതുപോലെ തന്നെ 2 ബോർഡ് മെമ്പേഴ്സും സൈൻ ചെയ്തിരിക്കണം. സെക്രട്ടറിയും 2 ബോർഡ് മെമ്പേഴ്സും സൈൻ ചെയ്തിരിക്കണം. ഓൾഡ് ബൈലോ വേണം, എന്താണ് ഓൾഡ് ബൈലോയുടെ കോപ്പി വേണം. നമ്മൾ അവതരിപ്പിക്കുന്ന അമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം. സോ അതിന് കുറേ പ്രൊസീജിയേഴ്സ് നമ്മൾ ലോയിൽ പറയുന്നുണ്ട്, റൂള് 9 സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതെല്ലാം കമ്പയർ ചെയ്ത് വേണം നമ്മൾ അമെൻമെന്റ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. സോ അപ്പോൾ ഇത് പ്രീവിയസ്ലി ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഒരു മാറ്റർ എടുത്ത് പറഞ്ഞത്. സെക്രട്ടറി ആൻഡ് 2 ബോർഡ് മെമ്പേഴ്സ് അതിൽ എന്ത് ചെയ്തിരിക്കണം? സൈൻ ചെയ്തിരിക്കണം, എന്നാലേ അത് പാസ്സാവുകയുള്ളൂ. ദെൻ സെക്ഷൻ 12 റൂൾ 9 മെജോറിറ്റി എത്രയാണ്? 2/3 ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, maximum limit for surrender of earned leave admissible to the employees of a cooperative societies on retirement. എത്രയാണ് മാക്സിമം earned leave admissible? 300 days ആണ് കേട്ടോ. എത്രയാണ്? 300 days ആണ്. എന്തായിരുന്നു ചോദ്യം? maximum limit of surrender of earned leave admissible to the employee of a cooperative society എത്ര days ആണ്? 300 days ആണ് on a retirement. Okay, so here option C ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത് നോക്കാം. ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡാഷ് ഈസ് നോട്ട് അലൗഡ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അലോ ചെയ്യാത്തതിൽ ആരെയാണ്? മീറ്റിംഗ് അലൗഡ് ആണോ? ഓഫ് കോഴ്സ് മീറ്റിംഗ് അലൗഡ് ആണ്. പ്രോക്സി ഉണ്ട്, വോട്ടിംഗ് ഉണ്ട്, ഓഡിറ്റ് ഉണ്ട്. ഓഡിറ്റും വോട്ടിങ്ങും മീറ്റിംഗും ഒക്കെ അലൗഡ് അല്ലേ? പിന്നെ എന്താണ് അലോ ചെയ്യാത്തത്? എന്താണ്? യെസ്, ഓപ്ഷൻ ബി പ്രോക്സി അലൗഡ് ആണോ? ഇല്ല.
പ്രോക്സി അലൗഡ് അല്ല. പ്രോക്സി ഇസ് നോട്ട് അലൗഡ് അല്ലേ? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രോക്സി അലൗഡ് അല്ല. സോ ഹിയർ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ദ പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ, വളരെ നമ്മൾ ഡൂപ്പർനിക്സിന്റെ അതുപോലെ ഗാഡ്ഗിലിന്റെയും ബുക്സ് ഒക്കെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പൊ നമുക്ക് അറിയാവുന്ന ചോദ്യമാണ്. പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ ആരാണ്? ഡൂപ്പർനിക്സ് ആണ്. സോ ഓപ്ഷൻ ബി ഡൂപ്പർനിക്സ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 1904 ആക്ട് കമ്പയർ ചെയ്യാൻ എഡ്വേർഡ് ലോയോടൊപ്പം നിന്ന രണ്ട് വ്യക്തികളാണ് ആര്? ഫെഡറിക് നിക്കോൾസണും ഡൂപ്പർനിക്സും അല്ലേ? 3 വ്യക്തികളാണ് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ആ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ ബന്ധപ്പെട്ട്. എഡ്വേർഡ് ലോ കമ്മീഷനിലുള്ള 3 വ്യക്തികൾ, ഒന്ന് എഡ്വേർഡ് ലോ, ഡൂപ്പർനിക്സ് ആൻഡ് ഓൾസോ ഫെഡറിക് നിക്കോൾസൺ അല്ലേ? അപ്പോൾ ഡൂപ്പർനിക്സിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് പീപ്പിൾ ബാങ്ക്സ് ഓഫ് നോർത്തേൺ ഇന്ത്യ. Which is the headquarters of All India Federation of Cooperative Spinning Mill? All India Federation of Cooperative Spinning Mills ന്റെ headquarters എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. All India Federation of Cooperative Spinning Mills is located at headquarters is located at New Delhi. കേട്ടോ, ന്യൂഡൽഹി ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എൻഡ് ടൈംസ്. കോർപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്ത് ഡിസ്പ്യൂട്ട് ആണ് ഡീൽ ചെയ്യുന്നത് അല്ലെ? മോണിറ്ററി ആണോ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണോ അതോ രണ്ടും മോണിറ്ററിയും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ ഡീൽ ചെയ്യുന്നുണ്ടോ അതോ ഇവയൊന്നുമല്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കോർപ്പറേറ്റ് ആർബിട്രേഷൻ കോർട്ട് എവിടെയാ പറയുന്നത്? 17A പറയുന്നത്. സെക്ഷൻ 17A ഓഫ് KCS Act 1969 അല്ലെ? 17A പറയുന്നത്. എന്താണ് ആർബിട്രേഷൻ കോർട്ട് ഡീൽ ചെയ്യുന്നത്? മോണിറ്ററി ആണോ നോൺ മോണിറ്ററി ആണോ? ഓൺലി നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സുകളാണ് അല്ലെ? മോണിറ്ററി ഡിസ്പ്യൂട്ട്സുകൾ ആരാണ്? RCS ആണ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സുകൾ ആർബിട്രേഷൻ കോർട്ടാണ് ഡീൽ ചെയ്യുന്നത്. എവിടെയാ പറയുന്നത്? KCS ആക്ടില് സെക്ഷൻ 70A ആർബിട്രേഷൻ കോർട്ടിനെ പറ്റി പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. An officer appointed by the registrar as per section 72 of the Kerala Cooperative Societies Act 1969 for realization of assets and the settlement of liabilities of a cooperative society is called. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എങ്ങനെയാണ് സെക്ഷൻ 72 പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഓഫീസറാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? റിയലൈസേഷൻ ഓഫ് അസറ്റ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് ലയബിലിറ്റി. എപ്പോ? കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലൊരു ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് സെക്ഷൻ 72 പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന ഓഫീസറെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഓഫീസർ അസൈനി ആണോ, അമിക്സി ക്യൂരി ആണോ, ലിക്വിഡേറ്റർ ആണോ, റിസീവർ ആണോ? അമിക്കസ് ക്യൂരി ആണോ, ലിക്വിഡേറ്റർ ആണോ, റിസീവർ ആണോ, ഒഫീഷ്യൽ അസൈനി ആണോ? ലിക്വിഡേറ്റർ ആണ് അല്ലെ? ലിക്വിഡേറ്റർ ആണ്. 72 പ്രകാരം സെക്ഷൻ 72 ഓഫ് ദ KCS ആക്ട് ആരെയാ പറയുന്നത്? ലിക്വിഡേറ്റർ ആണ്. അത് ലിക്വിഡേറ്ററിന്റെ സെക്ഷൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ലിക്വിഡേറ്ററിന്റെ സെക്ഷൻസ് എവിടുന്നാ തുടങ്ങുന്നേ? 71, 72, 73, 74. ലിക്വിഡേഷന്റെ സെക്ഷൻ പഠിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അതായത് ഇപ്പൊ 71 എന്താ പറയുന്നത്? നമ്മൾ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. സോ വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റീസ്, വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി 71 പറയുന്നു. വൈൻഡിങ് അപ്പ് ചെയ്യാൻ നമ്മൾ ആരെ വിളിക്കുന്നു? ലിക്വിഡേറ്ററിനെ വിളിക്കുന്നു. ഒരു കഥ പോലെ പഠിച്ചു വെക്കുക. വൈൻഡപ്പ് ചെയ്യാൻ നമ്മൾ ആരെ വിളിക്കുന്നു? ലിക്വിഡേറ്ററിനെ വിളിക്കുന്നു. ലിക്വിഡേറ്റർ വരുമ്പോ വെറുതെ അങ്ങ് ചെയ്യോ? ഇല്ല. ലിക്വിഡേറ്ററിന് എന്ത് കൊടുക്കണോടെ? പവർ കൊടുക്കണം അല്ലേ? പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ആണ് 73 പറയുന്നത്. ലിക്വിഡേറ്ററിന് പവർ കൊടുക്കുമ്പോ എന്ത് സംഭവിക്കും? ലിക്വിഡേറ്റർ എന്ത് ചെയ്യും? നമ്മുടെ ലിക്വിഡേറ്റ് ചെയ്ത് നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും.
എളുപ്പമല്ലേ? ഇനി നമ്മൾ മറക്കുവോ? ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട സെക്ഷനുകൾ എവിടെ നിന്ന് തുടങ്ങുന്നു? 71 to 74 നിങ്ങൾ ഒരു ഓർഡറിൽ അങ്ങ് പഠിക്കുക. 71 വൈൻഡിങ് അപ്പ് ആര് വരുന്നു? ലിക്വിഡേറ്റർ വരുന്നു. ലിക്വിഡേറ്ററിന് എന്ത് കൊടുക്കുന്നു? പവേഴ്സ് കൊടുക്കുന്നു. പവർ കൊടുത്താൽ ലിക്വിഡേറ്റർ എന്ത് ചെയ്യും? നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സെക്ഷൻസ് പഠിക്കുക. സോ ലിക്വിഡേഷനും ഓഡിറ്റിങ്ങും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സെക്ഷൻസ് ഒത്തിരി ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. സോ ഇതും കൂടെ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ, അതുപോലെ ക്യാൻസലൈസേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് സെക്ഷൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇത് വളരെ എളുപ്പം നമുക്ക് ഈ ഒരു ഓർഡറിൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? മനസ്സിലായോ? 71 വൈൻഡിങ് അപ്പ്, 72 ലിക്വിഡേറ്റർ, 73 പവേഴ്സ് ആൻഡ് 74 ക്യാൻസലൈസേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. On completion of the audit of the society, the auditor shall submit dash or report to the registrar in the form of prescribed by the registrar. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒരു ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് സബ്മിറ്റ് ചെയ്യുന്നത്? ഓഡിറ്റ് മെമ്മോറാണ്ടമോ, ഓഡിറ്റ് നോട്ട്ബുക്കോ, ഓഡിറ്റ് മാനുവലോ ആണോ? അല്ല, അല്ലേ? നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. നമുക്കെന്റെ ബേസ് അറിയില്ലെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം, അല്ലേ? ഓൺ കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ് എന്താ കിട്ടുക? യെസ്, ഓഫ് കോഴ്സ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഓർ ഓഡിറ്റ് റിപ്പോർട്ട് ആണ് നമുക്ക് അവിടെ ലഭിക്കുക. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമല്ലേ? അതെ. സോ ഹിയർ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. The first land development bank in cooperative sector or country. The land mortgage bank എന്നോ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. അതായത് ഇപ്പോഴുള്ള നമ്മുടെ കേസ് ഗാർഡ് ബാങ്കിന്റെ ഒരു പൂർവികനാണല്ലേ. ശരിക്കും കേസ് ഗാർഡ് ബാങ്കിന്റെ ഓൾഡ് നെയിം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ലാൻഡ് മോർഗേജ് ബാങ്കുകൾ, അല്ലെ? അതാണ് അതിന്റെ ഒരു തുടക്കത്തിലൊരു ഫോർമേഷൻ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് എവിടെയാണ് വന്നതെന്നുള്ളതാണ്. സോ രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, കേരള എവിടെയാണ് വന്നിട്ടുള്ളത്? ആദ്യത്തേത് പഞ്ചാബിലാണ് കേട്ടോ. ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് 1920 പഞ്ചാബിലാണ് വന്നിട്ടുള്ളത്. 1920 പഞ്ചാബിലാണ് വന്നിട്ടുള്ളത്. സെക്കൻഡും ഉണ്ട് കേട്ടോ. സെക്കൻഡ് നമുക്കിനി അങ്ങോട്ട് ചോദിക്കാം. സെക്കൻഡും തേർഡും ഒക്കെ ഉണ്ട്. അതായത് രണ്ടാമത്തത് സെക്കൻഡ് വന്നത് നൗഗോൺ ഇൻ ബംഗാൾ. (1924) കേട്ടോ. ദെൻ തേർഡ് ഗുവാഹട്ടി ഇൻ ആസാം. 1926 കേട്ടോ. ഫസ്റ്റ് വന്നത് പഞ്ചാബ് 1920 സെക്കൻഡ് ജാങ്കിൻ പഞ്ചാബ് കേട്ടോ. കറക്റ്റ് സ്ഥലവും ഉണ്ട് കേട്ടോ അതിന്. എവിടെയാണ്? ജാങ്കിൻ പഞ്ചാബ്. ആദ്യത്തെ എവിടെയാണ്? ജാങ്കിൻ പഞ്ചാബ് 1920. രണ്ടാമത്തേത് നൗഗോൺ ഇൻ ബംഗാൾ 1924. മൂന്നാമത് ഗുവാഹട്ടി ഇൻ ആസാം 1926. അപ്പൊ നമുക്ക് കൂടുതലും ഫസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി രണ്ട് കേസും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? Next question. In a cooperative society, the maximum shares held by a member shall not exceed. ഒരു മെമ്പറിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 1/4 ആണോ, 2/5 ആണോ, 1/5 ആണോ? It's not sure. It's share 1/5 of total share capital. എളുപ്പമല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് അതല്ലേ? 1/5 of total share capital. Next one. Which is the upper limit of dividend that can be paid to members of a cooperative society as per Kerala Cooperative Societies Act 1969? എത്രയാണ് upper limit of dividend? Yes, 25% ആണ്. അപ്പർ ലിമിറ്റ് ഓഫ് ഡിവിഡൻഡ് എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ പെർമിസിബിൾ ആയിട്ടുള്ളത്? 25% 25% ആണ്. സോ ഹിയർ ഓപ്ഷൻ എ ആണ് ഇവിടത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോർപ്പറേഷൻ ഈസ് ഇൻക്ലൂഡ് ഇൻ ദ ഡാഷ് ഷെഡ്യൂൾ കേട്ടോ. ഇവിടെ ഒരു ഡാഷ് ഉണ്ട്, വിട്ടുപോയി.
ഏത് ഷെഡ്യൂളിലാണ്? 7th ഷെഡ്യൂളിലാണ് അല്ലേ? 7th ഷെഡ്യൂളിലാണ് കോർപ്പറേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏത് ഷെഡ്യൂളിലാണ്? 7th ഷെഡ്യൂളിലാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ? KSCHF was registered on. ശരിക്കും നമ്മൾ ആദ്യം ഇത് എന്താന്ന് അറിയണോ അല്ലേ? എന്നിട്ടല്ലേ നമുക്ക് അതിന്റെ ചോദ്യങ്ങളിൽ ബാക്കി കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റുള്ളൂ. എന്താണത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ വന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഡേറ്റ് സഹിതം പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. കാരണം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ വന്നത് 1970-ലാണ്. അത് ഉറപ്പാണ് അല്ലേ? സോ ഇവിടെ 73, 72, 71. ശരിക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇയർ അറിയാമെങ്കിൽ നമുക്കിവിടെ ആൻസർ കിട്ടി അല്ലേ? എന്താ? സോ 23rd എന്താണ്? സെപ്റ്റംബർ 1970-ലാണ് എന്ത് വന്നിട്ടുള്ളത്? ആ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ വന്നിട്ടുള്ളത് അല്ലേ? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഫോം ചെയ്തിട്ടുള്ളത് 1970 ആണ്. കറക്റ്റ് ഡേറ്റ് 23rd സെപ്റ്റംബർ 1970 ആണ്. നമുക്കറിയാം 2 ടയർ സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത്. ഹൗസ് ഫെഡ് എന്ന് പറയുന്നത് 2 ടയർ സ്ട്രക്ചർ ആണ്. പ്രൈമറിയും അതുപോലെ തന്നെ എന്താണ്? അപ്പെക്സ് ഹൗസ് ഫെഡും ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്തോളുക 1970 ഡേറ്റ്. നമ്മൾ മാക്സിമം ഡേറ്റ് പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഡേറ്റും കൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം. റൂൾ 63 ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾ ഡിസ്ക്രൈബ്. നമ്മൾ ഓൾറെഡി പഠിച്ചു റൂൾ 63 എന്താണ്. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ബാങ്കുകൾ ഉറപ്പായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ്? ഫ്ലൂയിഡ് റിസോഴ്സസ് അല്ലെ? ഫ്ലൂയിഡ് റിസോഴ്സസിനെ പറ്റി പറയുന്നത് ഏത് റൂളിലാണ്? റൂള് 63-ലാണ്. സോ നമുക്കിവിടെ ആൻസർ എളുപ്പത്തിൽ കണ്ടെത്തിക്കൂടെ? എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റി. ശരിക്കും ഏത് സൊസൈറ്റീസ് ആണ്? സൊസൈറ്റി ഹു അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് അല്ലേ? അത് ഉറപ്പായിട്ട് അവർ എന്ത് ചെയ്തിരിക്കണം? മെയിൻറ്റെയിൻ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഹിയർ റൂൾ 63 of Kerala Cooperative Societies Act rule describes maintenance of fluid resources. Next one, implemented the Operation Flood program. Dash implemented the Operation Flood program. ആരാണ്? എനി ഡൗട്ട്? ഒരു ഡൗട്ടും ഇല്ല അല്ലേ? നമുക്കറിയാം നോർമൽ ആയിട്ടുള്ള ഒരു കോപ്പറേഷൻ പഠിക്കുന്ന കുട്ടിക്ക് മാത്രമല്ല പൊതുവേ നമുക്കറിയാവുന്നുള്ളൊരു നോളേജാണ്. ഓപ്പറേഷൻ ഫ്ലഡിന്റെ പ്രോഗ്രാമിന്റെ പുറകെ ആരാണ്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ആരാണ്? വർഗീസ് കുര്യൻ, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് അല്ലെ? അല്ലെങ്കിൽ വൈറ്റ് റെവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ്. അവിടെ ആദ്യത്തെ ചെയർമാൻ സ്ഥാനം, ഫൗണ്ടറും ചെയർമാൻ സ്ഥാനം വഹിച്ചതും ആദ്യമായിട്ട് വർഗീസ് കുര്യൻ തന്നെയാണ്. NDDB ഇമ്പോർട്ടൻ്റ് ആണ്. NDDB വന്നത് 1965-ലാണ് NDDB വന്നിട്ടുള്ളത്. ദെൻ അതിന്റെ ആക്ട് എന്ന് പറയുന്നത് പക്ഷേ 1987 ആണ് കേട്ടോ. NDDBയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, ഇറ്റ് ഈസ് രജിസ്ട്രേഡ് അണ്ടർ Societies Registration Act. Societies Registration Act 1816 പ്രകാരമാണ് വന്നത്. It's established on 1965 and Act enact ചെയ്തത് 1987-ലാണ് കേട്ടോ. എസ്റ്റാബ്ലിഷ് ചെയ്ത ആക്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമിന് അത് ചോദിക്കാറുണ്ട് അല്ലേ? NDDB ആക്ട് എന്ന് പറയുന്നത് 1987 ഓക്കെ. ഇനി ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വർഷം ഏതാണ്? ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം 1970-ലാണ്. എത്ര ഫേസസ് ഉണ്ട് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിന്? 3 ഫേസസ് ഉണ്ട് കേട്ടോ. 3 ഫേസസ് ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഫേസ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ 70 മുതൽ
79 വരെയും 79 മുതൽ 85 വരെ രണ്ടാമത്തെ ഫേസും 85 മുതൽ 96 വരെ മൂന്നാമത്തെ ഫേസുമാണ് കേട്ടോ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. അപ്പോൾ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റീസ് ആണ് അതിന് ഫണ്ട് കൊടുത്തിട്ടുള്ളത് ഓരോ സ്റ്റേജിലും. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റേജിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? മിൽമ ഫോം ചെയ്തത് ഏത് സ്റ്റേജിലാണ്? സെക്കൻഡ് സ്റ്റേജിലാണ് കേട്ടോ മിൽമ ഫോം ചെയ്തത്. മിൽമ ഫോം ചെയ്ത് ഏത് സ്റ്റേജിലാണ്? സെക്കൻഡ് സ്റ്റേജിലാണ് മിൽമ ഫോം ചെയ്തിട്ടുള്ളത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ചോദിക്കാം. അടുത്ത് നോക്കാം, കോയിൻസ് റിലേറ്റഡ് ടു. കോയിൻസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കോയിൻസ് എന്ന് പറയുന്നത് ഒരേ ഒരു ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. കോപ്പറേറ്റീവ് സെക്ടറിലെ ഓൺലി വൺ ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്തെന്ന് പറയുന്നത്? കോയിൻസ് എന്ന് പറയുന്നത് കേട്ടോ. കോയിൻസ് എന്താണ്? ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കോയിൻസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. The shortcomings in the Act of 1904 were removed by another legislation known as. Not 4 Act അതിൻ്റെ ലിമിറ്റേഷൻസുകൾ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന അടുത്ത ആക്ട് ഏതാണ്? നോട്ട് 4 എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ മാത്രമേ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. അതുപോലെ തന്നെ രജിസ്റ്റേഴ്സിന്റെ പവർ അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷനും രജിസ്റ്റർ ആണ് കൈകാര്യം ചെയ്തിരുന്നത്. രജിസ്റ്ററിന്റെ പവർ ഡെലിഗേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒന്നും നോട്ട് 4 ആക്ടിൽ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ ആക്ടിന്റെ മേജർ ലിമിറ്റേഷൻസുകളാണ്. ഇതെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് വന്ന ആക്ട് ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. 1912 ആക്ട് ആണ് ഈ പറയുന്ന ലിമിറ്റേഷൻസുകളെല്ലാം ഓവർകം ചെയ്ത് വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. RAIDCO is engaged in the distribution of dash machinery. RAIDCO എന്താണ്? റീജിയണൽ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് RAIDCO എന്ന് പറയുന്നത് അല്ലേ? സോറി, അഗ്രികൾച്ചറൽ അല്ല, എന്താണ്? ആഗ്രോ അല്ലെ? ആഗ്രോ ഇൻഡസ്ട്രിയൽ ആണ്. ആഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. നോട്ട് അഗ്രികൾച്ചർ, സോറി, അഗ്രികൾച്ചർ അല്ല, ആഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ആഗ്രോ എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ ഇവിടെ എന്താണ്? RAIDCO is engaged in the distribution of dash machinery എന്ന് ചോദിച്ചാൽ ഏതാണ്? ആഗ്രോ അല്ലെ? ആഗ്രോ ആണ്. ഇപ്പൊ എളുപ്പമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ പോപ്പുലർലി നോൺ ആസ്. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? കൈറ അല്ലെ? കൈറ കത്ര എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉള്ള കേസാണ് അല്ലെ? ഇവിടെ പറയുന്നത് കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ പോപ്പുലർലി നോൺ ആസ് അമുൽ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. അപ്പൊ നമുക്കറിയാം അമുൽ ആനന്ദ് ഇൻ ഗുജറാത്ത് അല്ലെ? നമുക്ക് അറിയാന്നുള്ള കാര്യമാണ്. അമുൽ ആനന്ദ് ഇൻ ഗുജറാത്ത് ഏതാണ്? ഏതിന്റെ എക്സാമ്പിൾ ആണ് ശരിക്കും? കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ നമ്മൾ പോപ്പുലർ ട്രേഡ് മാർക്കാണ് എന്തെന്ന് പറയുന്നത്? അമുൽ എന്ന് പറയുന്നത്. അപ്പം ഒത്തിരി പേർക്കൊരു ഡൗട്ടുള്ള കാര്യമാണ് ഈ ഖത്രയും അതുപോലെ തന്നെ കൈറയും. ഖത്രയും കൈറയും. അപ്പൊ നിങ്ങളിതിൽ ആദ്യം മനസ്സിലാക്കാനുള്ളത്, നമുക്ക് പൊതുവെ നമ്മുടെ ഒരു ഡയറി സൊസൈറ്റീസുകളുടെ ഹിസ്റ്ററി നമ്മൾ എടുക്കുവാണെങ്കിൽ ഇന്ത്യയിലെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. അതായത് ട്രഡീഷണൽ ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ മോഡേൺ ടൈപ്പും ഉണ്ട്. ഓക്കെ, ട്രഡീഷണൽ ടൈപ്പ് ഡയറി സൊസൈറ്റീസും ഉണ്ട്. ഇൻ ദ സെയിം വേ നമുക്ക് മോഡേൺ ടൈപ്പ് അഥവാ ആപ്കോസ് മോഡലും ഉണ്ട്. ഓക്കെ, ഈ ട്രഡീഷണൽ ടൈപ്പിനെ നമ്മൾ വേറൊരു പേര് വിളിക്കും, ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി. വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി, ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി. നിങ്ങൾക്ക് എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ആപ്കോസ് മോഡലിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ക്ഷീര ഉൽപാദക കോപ്പറേറ്റീവ് സൊസൈറ്റി.
ഓക്കെ, ട്രഡീഷണൽ ടൈപ്പും ആപ്കോസ് മോഡലും ഉണ്ട്. ട്രഡീഷണൽ ടൈപ്പിന്റെ മറ്റൊരു പേരാണ് ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആപ്കോസ് മോഡല് നമ്മൾ നിലവിലുള്ള നമ്മൾ സൊസൈറ്റികളൊക്കെ കാണത്തില്ലേ, ബ്രാക്കറ്റിൽ ആപ്കോസ് മോഡൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ക്ഷീര ഉൽപാദക കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ ട്രഡീഷണൽ ടൈപ്പിന്റെ കീഴിൽ ആദ്യമായി വന്ന ആളാണ് ആര്? ഖത്ര. ഖത്ര വന്നത് 1913 ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഇതെന്താണ്? ട്രഡീഷണൽ ടൈപ്പ് 2 ടയർ ആണ്. ട്രഡീഷണൽ ടൈപ്പ് എത്രയാണ്? 2 ടയർ മാത്രമേ ഉള്ളൂ കേട്ടോ. 2 ടയർ ആണ്, പ്രൈമറിയും എപ്പെക്സും മാത്രമേ ഉള്ളൂ. ആപ്കോസ് മോഡൽ എങ്ങനെയാണ്? 3 ടയർ സ്ട്രക്ചർ ആണ് ആപ്കോസ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആപ്കോസ് മോഡലിൽ വന്നതാണ് ഏത്? കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത്. ഈ കൈറയുടെ ട്രേഡ് നെയിം ആണ് എന്ത്? അമുൽ എന്ന് പറയുന്നത്. അമുൽ എന്ന പേരിലാണ് അവിടെ കൈറയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. കൈറ വന്നത് എന്നാണ്? ഡിസംബർ 1946 എന്ത് വന്നത്? കൈറ വന്നത്. ഓക്കെ, കൈറ വന്നത് എന്നാണ്? ഡിസംബർ 1946. എവിടെയാണ്? ആനന്ദ് ഇൻ ഗുജറാത്ത്. ആനന്ദ് ഇൻ ഗുജറാത്ത്. ഓക്കെ, അപ്പോൾ ഈ ഡയറി സൊസൈറ്റീസിന്റെ കീഴിൽ ഖത്രയും കൈറയും ഒരുപാട് പേർക്ക് മാറിപ്പോകുന്നു. അപ്പൊ അത് നിങ്ങൾ ഇതൊന്ന് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. ട്രഡീഷണൽ ടൈപ്പും ആപ്കോസ് മോഡലും നമുക്കുണ്ട്. അതിൽ ട്രഡീഷണൽ ടൈപ്പ് അതർവൈസ് നോൺ ആ ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് നമുക്ക് ഖത്ര 13 ഉത്തർപ്രദേശിലാണ് വന്നത്. ദെൻ ആപ്കോസ് മോഡൽ ക്ഷീര ഉൽപാദക കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അതിന്റെ പുറകില് ആപ്കോസ് മോഡലിൽ ഗുജറാത്തിൽ ഫോം ചെയ്തതാണ് കൈറ ഡിസ്ട്രിക്ട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. അവരുടെ ട്രേഡ് നെയിം ആയിട്ടാണ് അമുൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കൈറ വന്നത് എന്നാണ്? ഡിസംബർ 1946 കൈറ ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൈറയും ഖത്രയും ഇനി മാറിപ്പോവരുത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ കാൽക്കുലേറ്റിംഗ് ട്രെൻഡ് പെർസെൻറ്റേജ് എനി ഇയർ. നമ്മൾ ട്രെൻഡ് പെർസെൻറ്റേജ് കാണുക, എങ്ങനെയാണ് നമ്മുടെ ഒരു അപ്കമിങ് ഇയേഴ്സിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഉറപ്പായിട്ടും നമ്മൾ ബേസ് ഇയർ വെച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ മാച്ച് ഒക്കെ കാണുമ്പോൾ ഒരു ട്രെൻഡ് അനാലിസിസ് ഒക്കെ കാണത്തില്ലേ ഗ്രാഫിൽ, കഴിഞ്ഞ ഒരു 10 ഇയേഴ്സിന്റെ ബേസിൽ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ കാണാറില്ലേ. അപ്പൊ ഈ ട്രെൻഡ് അനാലിസിസ് നടത്തുന്നത് എന്തിന്റെ ബേസിലാണ്? നോർമലി ബേസ് ഇയറിന്റെ ബേസിലാണ് കേട്ടോ. ട്രെൻഡ് അനാലിസിസ് ഒക്കെ നടത്തുന്നത് എന്തിന്റെ ബേസിലാണ്? ബേസ് ഇയറിന്റെ ബേസിലാണ്. ഇതൊക്കെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാം. ഇറ്റ്സ് ഓൾസോ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമുക്ക് ഈ ഒരു കേസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഹിയർ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഫോർ കാൽക്കുലേറ്റിംഗ് ട്രെൻഡ് പെർസെൻറ്റേജ് എനി ഇയർ ഈസ് സെലക്ടഡ് ആസ് എ എന്താണ്? ബേസ് ഇയർ. Next one, what is the foundation of Blue Ocean Strategy? What is the foundation of Blue Ocean Strategy? ഈ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ഇങ്ങനെ പറയാം, വിത്തൗട്ട് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ വെരി ലിറ്റിൽ കോമ്പറ്റീഷൻ. ഒന്നുകിൽ വളരെ കുറച്ച് കോമ്പറ്റീഷൻ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിൽ നമ്മൾ നിൽക്കുന്നു, അല്ലെങ്കിൽ കോമ്പറ്റീഷനേ ഇല്ല. എങ്ങനെ? ബൈ സെറ്റിംഗ് വാല്യൂ ഇന്നവേഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒന്നുകിൽ വിത്തൗട്ട് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ലിറ്റിൽ കോമ്പറ്റീഷൻ ബൈ സെറ്റിംഗ് വാല്യൂ ഇന്നവേഷൻ എന്നുള്ളതാണ്. സോ ഹിയർ നമുക്ക് അതിൽ തന്നെ ആ ഒരു മീനിങ്ങിൽ തന്നെ ആ വേർഡ് പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് ചോദിച്ചാൽ വാല്യൂ ഇന്നവേഷൻ ആണ്. എന്താണ്? വാല്യൂ ഇന്നവേഷൻ ആണ്. സോ ഹിയർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, എന്താണ്? വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി? എന്താണ്? ഇംപ്ലിമെന്റഡ് ത്രൂ വാല്യൂ ഇന്നവേഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് സെയിൽസ് ഫ്രം ദ ഫോളോവിങ് ഇൻഫർമേഷൻ. കോസ്റ്റിംഗ് റിലേറ്റഡ് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ചില പ്രോബ്ലങ്ങൾ നമുക്ക് ചോദിക്കാം. EOQ പോലെയുള്ള, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ് കാണാനാണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് മീൻസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കേട്ടോ. കോസ്റ്റ് ഓഫ് സെയിൽസ് മീൻസ് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്? ഇവിടെ നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട് 15
ലക്ഷം തന്നിട്ടുണ്ട്. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എത്രയാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് 30,000 ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 2 ലക്ഷം ഗ്രോസ് പ്രോഫിറ്റും തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റുക? ബേസിക് ആയിട്ടുള്ള ഐഡിയ, കോസ്റ്റും പ്രോഫിറ്റും എന്താണ് സെയിൽസും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കിയാൽ തീരാവുന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ എന്താണ് കോസ്റ്റ്? ഇവിടെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എടുക്കത്തില്ല കേട്ടോ, കാരണം കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം. ഓക്കെ, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെയിൽസ് എന്ന് പറയുന്നത്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെയിൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ? അപ്പോ നമുക്കിവിടെ എന്താണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? നമുക്കിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് അല്ലേ? നമുക്കിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. അതായത് ഈ ഒരു പോർഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് കോസ്റ്റിനെ ഇവിടെ തന്നെ നിർത്താം അല്ലേ? എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കോസ്റ്റ് ഇവിടെ തന്നെ നിർത്താം. എന്ത് ചെയ്താൽ മതി? സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് കിട്ടും അല്ലേ? നമുക്കറിയാലോ, നമ്മൾ സ്ഥിരം എക്സാമ്പിൾ എങ്ങനെ പറയാം? ഇപ്പൊ ഒരു 10 രൂപയാണ് പേനയുടെ കോസ്റ്റ് ഇതാണ്. 2 രൂപ നമ്മുടെ പ്രോഫിറ്റ്. നമ്മൾ മാർക്കറ്റിൽ അത് സെയിൽസ് നടത്തുന്നത് 12 രൂപയ്ക്കായിരിക്കും അല്ലേ? അപ്പൊ എന്നോട് ചോദിക്കുവാണ്, എനിക്കിപ്പോൾ കോസ്റ്റിന്റെ ഇൻഫർമേഷൻ തന്നിട്ടില്ല, കോസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല, കോസ്റ്റ് തന്നിട്ടില്ല. പക്ഷെ എന്നോട് ചോദിക്കുന്നു കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? സെയിൽസിൽ നിന്ന്, കോസ്റ്റും പ്രോഫിറ്റും ആണല്ലോ സെയിൽസ്. സോ സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? കോസ്റ്റ് കിട്ടില്ലേ? 10 എനിക്ക് ഇവിടെ കിട്ടിയില്ലേ? ഇതേ ഒരു ലോജിക്കാണ് ഇവിടെയും. അത്രയേ ഉള്ളൂ. ഇപ്പൊ കോസ്റ്റ് സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ആണ്. ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് 15 ലക്ഷമാണ്. 15 ലക്ഷം 2 ലക്ഷം രൂപ പ്രോഫിറ്റ് ആണ്. സോ 13 lakh ആണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? കോസ്റ്റ് 13 lakh. ഇവിടെ ഇതേപോലെയാണ് അല്ലെ? നമ്മൾ ഇതേ ഒരു സെൻസിൽ നോക്കിയാൽ മതി. 30 lakh ആയിരുന്നു കോസ്റ്റ്, 2 lakh പ്രോഫിറ്റ്, അങ്ങനെ സെയില് 15 ലക്ഷം അല്ലെ? സോ ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കാം. സോ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇതിൽ പ്രോഫിറ്റ് ആണെങ്കിലും സെയിൽ ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും ഈ ഒരു ബേസിക് ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? സോ നമ്മൾ കേസ് കാർഡ് അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.